ദുരന്തം അത് നമുക്കിപ്പോഴും ഉൾക്കൊള്ളാനും അതിനെ അതിജീവിച്ച് വരാനും കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മൾ അത് പുനരധിവാസം നടപ്പാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ആ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ മാസം 13-ന് ശേഷം മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ ലഭിക്കാത്തതിനാൽ തെരച്ചിൽ ഭാഗികമായി നടക്കുന്നുള്ളൂ. ഉരുൾപൊട്ടലിന്റെ കാരണം പഠിക്കാൻ വിദഗ്ധ സംഘം എത്തുമെന്ന വിവരങ്ങളുമുണ്ട്. എന്തായാലും ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ശരീരഭാഗങ്ങളോ മൃതദേഹങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൽദോ. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ വളരെ ചെറിയ തോതിൽ മാത്രമാണ് നടക്കുന്നത്. ഇനി നമുക്ക് മുന്നിലുള്ളത് പുനരധിവാസം, അതിജീവിച്ചവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 119 പേരെ ഇനിയും കണ്ടെത്താൻ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഇനി ഇതുപോലെ ഈ വയനാടിന് വേണ്ടി കൈകോർക്കുന്നുണ്ട് നമ്മൾ നാടൊന്നാകെ. വയനാടിനെ കൈകോർക്കുകയാണ്. ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിലേക്ക് പണം കണ്ടെത്താൻ സ്നേഹസദ്യ വിളമ്പുകയാണ് ഡിവൈഎഫ്ഐ. പാലക്കാട് ഞാങ്ങാട്ടേരി മാട്ടായ നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സത്കാരങ്ങളിലെ കാറ്ററിംഗ് ഏറ്റെടുത്തുകൊണ്ടാണ് ധനസമാഹരണം നടത്തുന്നത്. വയനാടിന് കൈത്താങ്ങാകാൻ വ്യത്യസ്ത ശ്രമങ്ങളാണ് നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 25 വീടുകൾ നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ആക്രി ചലഞ്ച്, ചായക്കട, ഗാനമേള, കാർഷിക ജോലികൾ, ചുമട്ടുതൊഴിൽ തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് ധനസമാഹരണം ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഞാങ്ങാട്ടേരി മാട്ടായ നോർത്ത് യൂണിറ്റ് ഏറ്റെടുത്തത്. വിവാഹം പോലെയുള്ള വലിയ സത്കാരങ്ങളിൽ ഭക്ഷണം വിളമ്പി ലഭിക്കുന്ന വേതനം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. ഡിവൈഎഫ്ഐ ഞാങ്ങാട്ടിരി വെസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി അരുണിന്റെയും അഖിലയുടെയും വിവാഹവേദിയാണ് വ്യത്യസ്തമായ ഒരു അതിജീവന വയനാട് ഫണ്ട് പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചത്. റീബിൽഡ് വയനാട് എന്ന ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ മാട്ടായ നോർത്തിന്റെ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു കാറ്ററിംഗ് സർവീസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കാര്യം ഞങ്ങൾ ആലോചിക്കുകയും ഡിവൈഎഫ്ഐ ഞാങ്ങാട്ടിരി മേഖലാ കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. വളണ്ടിയർമാരായിട്ട് നിലവിൽ 25ഓളം സഖാക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സഖാക്കളും എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും പൂർണ്ണ പിന്തുണയായിട്ട് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് പറയാനുള്ളത്. യൂണിറ്റിലെ 25 വളണ്ടിയർമാരാണ് ഭക്ഷണം വിളമ്പാൻ സജീവമായുള്ളത്. വരും ദിവസങ്ങളിൽ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ധനസമാഹരണം നടത്താനാണ് ഡിവൈഎഫ്ഐ ലക്ഷ്യമിടുന്നത്. നിലവിൽ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവനത്തിന്റെ ചായക്കടയ്ക്ക് വലിയ ജനപിന്തുണ ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 വയനാട്.